ഇനി നമുക്കൊരു ജെല്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ തിളക്കട്ടെ. നമുക്ക് നിന്നൊരു ജെല്ല് ഉണ്ടാക്കാം. കുറച്ച് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മിക്സ് റെഡിയാക്കാം. നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇത് ജെല്ലിൻ്റെ നല്ല ഇഷ്ടപ്പെടും. നമ്മൾ ഈ കുട്ടികളിനൊക്കെ റെഡിമെയ്ഡ് മേടിക്കുന്നതിനേക്കാളും അതിൽ ഇത് ഉപയോഗിച്ച് നമുക്കൊരു ജെല്ലുണ്ടാക്കാം. അതിനകത്തോട്ട് നമ്മൾ ജെല്ലിൻ്റെ ജെൽ പൗഡറില്ല അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് നമ്മൾ ഈ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, വെള്ളത്തിൽ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. കലക്കിയെടുത്തതിന് ശേഷം ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ എടുത്തേക്കുന്നത് സ്ട്രോബെറി ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പക്ഷെ നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇത് അധികം നേരം കുറേ നേരം ഇങ്ങനെ പ്ലാസ്റ്റിക് പോലെ ഇരിക്കില്ല. മറ്റേതിനകത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ജെൽ മിഠായിക്കകത്ത് എത്ര നേരം കഴിഞ്ഞാലും അത് ഐസ് വിട്ട് കഴിഞ്ഞാലും അത് വേഗം അതുപോലെ ഇങ്ങനെ ബബിൾ പോലെ നിൽക്കും. പക്ഷേ അതിനകത്ത് വേറെ എന്തൊക്കെയോ ഉണ്ടാവണം. ഇതിനകത്താണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അതേ ടേസ്റ്റും അതേ ലെവലും കിട്ടും. പക്ഷേ അത് കുറേ നേരം ഇരിക്കില്ല. കാരണം എന്തായാലും രണ്ടും തമ്മിൽ എന്തായാലും ഡിഫറൻസ് കാണുമല്ലോ. എന്തെങ്കിലും കേടുകൂടാതെ അതേപോലെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു ഐറ്റം അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടാവും. നമ്മളാവുമ്പോൾ അതങ്ങനെയൊന്നും ആഡ് ചെയ്യാതെ അതേ ടേസ്റ്റ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇത് ഇതിനകത്തോട്ട് ഒഴിക്കാം. കരണ്ട് പോയി. അപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് ഒഴിക്കാം. വെച്ചേക്കുന്ന കണ്ടെയ്നറിനകത്തോട്ട് ഉണ്ടാക്കിയ ഒഴിച്ചാൽ മതി. ഒഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫ്രിഡ്ജിൻ്റെ താഴത്ത് വെച്ചാലും മതി. അപ്പോൾ അതിനെ നമുക്ക് വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട്. ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ജെല്ല് ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റുള്ള സ്ട്രോബെറി ജെല്ലാണ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിള്ളേർക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള സ്ട്രോബെറി ജെല്ല്.